ഇന്ന് നമുക്കൊരു ചക്കപ്പുഴുക്കും തേങ്ങ വറുത്തരച്ചൊരു കോഴിക്കറി ഉണ്ടാക്കിയാലോ. ഇതെല്ലാവർക്കും അറിയുന്നതാ, എന്നാലും ചെയ്തു നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കണേ. ആദ്യം നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ കോഴിയിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. തേങ്ങ വറുത്തരച്ച കോഴിക്കറിയല്ലേ, ഇനി അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 മുറി തേങ്ങ ചിരണ്ടിയതിട്ട് 5 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കുരുമുളകും ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തു. അപ്പോൾ തേങ്ങതായി ഒരു പരുവാകുമ്പം ഇറക്കി വെച്ച് ചൂടാറുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് 1 പിടി തേങ്ങ കൊത്തിട്ട് ഒന്ന് മൂക്കുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കുറച്ച് കൊച്ചുള്ളിയും 1 സവാളയും കൂടെ അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞത് 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യമേ നമ്മൾ ചിക്കനകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്തല്ലോ, അതുകൊണ്ട് 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലെ മെയിൻ ചേരുവയായ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ ഞാൻ മറന്നുപോയി, അതും കൂടെ ഞാൻ മൂപ്പിച്ചതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം. ഇനി അത് അവിടെ നിന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചക്ക ഇട്ട് കൊണ്ടുവരാം. ചെറിയൊരു ചക്കയായിരുന്നു, വെട്ടി നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു. ചക്ക നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ചക്കയുമാണ്. അപ്പോഴേക്കും ചിക്കൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചക്കയിൽ ചേർക്കാനുള്ള അരപ്പ് ശരിയാക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കറിവേപ്പില ഇത്രയും നന്നായിട്ട് ചതച്ചെടുത്ത് ചക്കയിൽ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് വേവിക്കാം. അങ്ങനെ നമ്മുടെ ചക്കയും ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം.
നോർമലി ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞങ്ങൾ കഴിക്കട്ടെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.